വർഗീയ ക്യാമ്പയിൻ ഏതാണെന്നൊക്കെ പറയും. മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ തിരിച്ചു പറഞ്ഞാൽ, മുഖ്യമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ പറ്റി ഞങ്ങൾ തിരിച്ചു പറഞ്ഞാൽ അത് വർഗീയതയാണെന്ന് അങ്ങനെ ആരോപിക്കുക. ഈ പത്രസമ്മേളനം തുടങ്ങുന്നതിന് എങ്ങനെയാണ്? ഈ പത്രസമ്മേളനം തുടങ്ങുന്നതിന് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകൾ പറഞ്ഞിട്ടാണ്. പിന്നീട് വന്നത് ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലും ശ്രീ എം സ്വരാജ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ രണ്ടും പറഞ്ഞിട്ടില്ല. ശ്രീ എം സ്വരാജ് പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. എന്തെല്ലാമാണ് ദൈവങ്ങളെ പറ്റി, അത് വർഗീയമെന്ന് പോലും പറയാൻ പറ്റില്ല. എല്ലാ ദൈവങ്ങളെ പറ്റി എന്തൊക്കെയാണ് ആക്ഷേപിച്ചിട്ടുള്ളത്, അതിലൊക്കെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം പ്ലേസ് ചെയ്തു. ഒറ്റ കാര്യം ഒന്ന് പൂർത്തീകരിക്കട്ടെ. ഒറ്റ കാര്യം ഞങ്ങൾ പറയുന്നത് എന്താ, വികസനത്തെ പറ്റി അല്ല, ചോദ്യത്തിന് മറുപടി പറയട്ടെ. ഇത് കൈരളി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ മറുപടി പറയാതിരിക്കുക, അതല്ല വ്യവസ്ഥ. അല്ല, ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ പത്രസമ്മേളനമല്ലേ, മാധ്യമ സമ്മേളനമല്ലേ, ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനല്ലേ ഞങ്ങൾ വന്നത്. അല്ല, പറയട്ടെ, ഞങ്ങൾ പൂർത്തീകരിക്കട്ടെ. അപ്പൊ വികസനത്തെ പറ്റി പറയുമ്പോൾ അതിൽ ഈ സർക്കാരിന് വികസനത്തെ പറ്റി എന്താ പറയാനുള്ളത്? ഈ സർക്കാരിന് ഈ മലപ്പുറം ജില്ലയിലൂടെ പോകുന്ന ഏക സർക്കാരിന്റെ ക്യാമ്പയിന്റെ വികസനം ദേശീയപാതയാണ്. ആ ദേശീയപാത പൊളിഞ്ഞു കിടക്കുമ്പോൾ ഇപ്പം നമ്മൾ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ പറയുന്നത് ഇത് ഞങ്ങളുടെ അല്ലാതെ നിതിൻ ഗഡ്കരിയുടെ ആണെന്ന് പറയുന്നു. ആ നിതിൻ ഗഡ്കരിയെ വിമർശിക്കുമ്പോൾ മുഹമ്മദ് റിയാസ് വന്നിട്ട് തുള്ളൽ കയറിയിട്ട് മറുപടി പറയുന്നു. ഇതിനെയൊക്കെയാണ് വിമർശിക്കുന്നത്. ഞങ്ങളിവിടെ ചർച്ച ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, 9 വർഷക്കാലമായി CPM-ന്റെ സർക്കാർ, ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ ഇവിടെ കാട്ടിയ വികസന വിരുദ്ധത. ഒന്ന്. രണ്ട്, ഒരു പ്രദേശത്തെ ജനങ്ങളെ വിഭാഗീയമായി ചിത്രീകരിച്ച് വക്രീകരിച്ച് അവർക്കെതിരായിട്ട് നടത്തിയ കടന്നാക്രമം. ഇത് രണ്ടും ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങൾ എന്തൊക്കെ ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോട്ടെ.